അപ്പുവിന്റെ വാക്ക് വിശ്വസിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ അനുവദിക്കുന്നത്. ഇനി നമ്മുടെ രണ്ടിന്റെ മക്കളെ ചേർന്ന് നമ്മളെ ചതിക്കാനാ ഉദ്ദേശിക്കുമെങ്കിൽ പി തന്റെ കുഞ്ഞിനെ ഞാനങ്ങ് ഒഴിവാക്കും. പകരം എന്റെ മോളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. പിന്നെ ഒരു ജീവിതം വേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ ആർക്കും. പറഞ്ഞു പറഞ്ഞു താനിത് എങ്ങോട്ടാ മുരളി? വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാണല്ലോ അയാളുടെ കാര്യം. അപ്പവും മാളും അയലത്തെ വീട്ടിലെ ആൺകുട്ടിയും പെൺകുട്ടിയും മാത്രമല്ല. താൻ അതാദ്യം മനസ്സിലാക്ക്. മാളുവിന് എന്തെങ്കിലും മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് അപ്പുവിനോട് മാത്രമാണ്. തിരിച്ചും അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്. അല്ലാതെ അവർക്ക് പുറകെ താനോ ഞാനോ ഭൂതക്കണ്ണാടായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഒക്കെ ഞാൻ സമ്മതിക്കുന്നു, നിങ്ങളെയൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒടുവിൽ നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് തലകുനിച്ച് നിൽക്കാൻ എന്റെ വിധിയെങ്കിൽ ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. മനസ്സിൽ വിചാരിച്ചത് ഞാനങ്ങ് നടപ്പാക്കും, അത്രയേ ഉള്ളൂ. താൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ എവിടെ എത്തില്ല മുരളി. എടോ, കുട്ടികളെ ഒരുമിച്ച് പുറത്തുപോയി അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ. താൻ എന്തിനാ അതിനൊക്കെ ടെൻഷൻ അടിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ അവർക്കെങ്കിലും ഇത്തിരി സ്വസ്ഥത കിട്ടിട്ടോ. താൻ വന്നേ പറയട്ടെ. മാളു, നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? എന്തിനാ ക്യാഷ്? ക്രെഡിറ്റ് കാർഡ് ഇരിക്കല്ലേ, അത് നമ്മൾ എടുത്തങ്ങ് വീശും, അത്ര തന്നെ. മാളു, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? കുറച്ചു നാളായില്ലേ നമ്മൾ ഒരുമിച്ച് ഷോപ്പ് ചെയ്തിട്ട്. ഇന്ന് ആ സങ്കടം അങ്ങ് മാറ്റി, അത്രേ ഉള്ളൂ ഉദ്ദേശം. അതിന് 1-2 ഐറ്റംസ് വാങ്ങിയ പോരായിരുന്നോ? എനിക്ക് വേണ്ടി ജെൻ സെക്ഷനിൽ കുറെ സെലക്ട് ചെയ്ത് വെച്ചു. എന്തിനാ ഇത്രയും ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നത്? അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ക്യാഷ് കൊടുക്കുന്ന ഞാനല്ലേ, പിന്നെന്താ? മാളു, അതല്ല ഞാൻ ചോദിച്ചത്. ഇത്രയും വാങ്ങിക്കൂട്ടുന്ന എന്തിനാന്നാ എനിക്ക് അറിയേണ്ടത്. ഹലോ മിസ്റ്റർ അപ്പുക്കുട്ടൻ, ഞാൻ നിന്നോട് പറഞ്ഞൊരു കാര്യം ഓർമ്മ വേണം. ഈ പകൽ അവസാനിക്കുന്നവരെ എന്നോടൊപ്പം മറുത്തൊന്നും പറയാതെ നീ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ നിന്നോട് പറയുള്ളൂ. അത് നീ സമ്മതിച്ചതാണല്ലോ, പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദ്യം ചെയ്ത് എന്റെ മൂഡ് സ്പോയിൽ ചെയ്യുന്നേ? അതുകൊണ്ട് അനാവശ്യ ചിന്തകളൊക്കെ മാറ്റിവെച്ച് താൻ സമാധാനത്തോടെ ഇരിക്കും മുരളി. അശ്വതിയോടും പറ, ടെൻഷൻ അടിച്ച് അസുഖങ്ങളൊന്നും വരുത്തി വെക്കരുതെന്ന്. പിയോട് സംസാരിക്കുമ്പോൾ ഒരാശ്വാസം തോന്നും. പിന്നെ ഓരോന്നൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ കേൾക്കുന്നതും കാണുന്നതുമൊക്കെ സംശയ കണ്ണോടെ വീക്ഷിക്കുന്ന തൻ്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റ്. അപ്പം തൻ്റെ ഈ ടെൻഷനും കുറയും. ആ, ഇനി നിന്നാലേ എൻ്റെ ക്ലാസ് മുടങ്ങും. അപ്പോൾ കാണാടോ. ബി എന്താടോ? അല്ല, അത് പിന്നെ മാളുവിന്റെ ക്രെഡിറ്റ് കാർഡ് എന്റെ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് എന്താ പ്രശ്നം? അല്ല, ഇപ്പോൾ സിറ്റിയിൽ ഒരു മാളിൽ നിന്ന് അവളെന്തോ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നു. 20,000 രൂപ ആ മാളിലെ ഒരു ടെക്സ്റ്റൈൽസ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടി ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണല്ലോ. ഇന്ന് സ്പെഷ്യൽ ഡേ ഒന്നും അല്ലല്ലോ, പിന്നെന്താ ഇങ്ങനൊരു ചുറ്റിക്കളി? എന്തോ കാര്യമുണ്ട് വി പി. എനിക്കെന്തോ ഒരു അപകടം മണക്കുന്നു. അപകടം? എന്താ അപകടം? അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിൽ എന്തോ ഒരു ഫൗൾ പ്ലേ ഉണ്ട് വി പി. ഫൗൾ പ്ലേയോ? എന്നപ്പോ തനിക്ക് അങ്ങനെ തോന്നാൻ? മാളുവിനാണ് വിളിക്കുന്നത്? അതെ, റിംഗ് ഉണ്ട്, അവൾ എടുക്കുന്നില്ല. അത് മൊബൈൽ വല്ല ബാഗിലോ മറ്റോ ആയിരിക്കും. ഞാൻ അപ്പുനൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ ഷോപ്പിംഗ് വിജയകരമായി പര്യവസാനിച്ചു. ഇനി എന്താ? എന്തെങ്കിലും ഒരു ഐഡിയ പറയടോ. എനിക്കൊരു ഐഡിയ ഇല്ല, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. യെസ്, എന്റെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോ അടുത്ത പരിപാടി എന്താന്ന് ചാർട്ട് ചെയ്യാം. വാ, നീ ചൂടാവാതെ വന്നേ, വാ. മാളു, നീ എന്റെ ക്ഷമയെ പരീക്ഷിച്ചോണ്ടിരിക്കുക. ഈ പകൽ അവസാനിക്കാൻ ഇനിയും സമയമുണ്ട്. അതുവരെ മിസ്റ്റർ അപ്പുക്കുട്ടൻ എന്റെ അടിമയാ. ഓക്കെ, എന്നാ വാ വാ. വി പി ആണല്ലോ വിളിക്കുന്നത്. ഹലോ വി പി. ആ, അപ്പോ നിങ്ങൾ എവിടെയാ?
ഞങ്ങളോ? ഞങ്ങളിവിടെ ടൗണിലുണ്ട്. എന്താ വിപി വിളിച്ചേ? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചെന്നുള്ളൂ. നിങ്ങൾ വരാൻ ലേറ്റ് ആവോ? അറിയില്ല, ഉടനെ എത്തുമായിരിക്കും. രണ്ടുപേരും കൂടി ടൗണിൽ ചുറ്റി നടക്കാതെ വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്. ശരി. മാളു നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. എന്നാ ശരി, രണ്ടുപേരും പെട്ടെന്ന് പോരില്ലേ വീട്ടിലേക്ക്? എന്താ വിപി? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ശരി ശരി, നിങ്ങളെ കാര്യം നടക്കട്ടെ. ഇപ്പം എങ്ങനെയുണ്ട്? കുട്ടികൾ രണ്ടും ഒരുമിച്ച് ടൗണിൽ തന്നെ ഉണ്ട്. താൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. തൻ്റെ ഒരു കാര്യം. ശരി. ഓക്കെ, നീ പറയുന്ന പകല് കഴിയാൻ ഇനി കുറച്ച് സമയമുള്ളൂ. ഇതുവരെ നീ പറയുന്ന താളത്തിനൊത്ത് ഞാൻ തുള്ളി, അല്ലെങ്കിൽ നീ എന്നെ തുള്ളിച്ചു. കമോൺ മാളു, ഇനി എനിക്കൊരു ആൻസർ വേണം. അത് തരാതെ ഇവിടെ നിന്ന് ഒരടി ഞാൻ മുന്നോട്ട് വെക്കില്ല. നീ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നപ്പോ? നിന്റെ ക്വസ്റ്റിന് ഞാൻ മറുപടി പറയില്ല എന്ന് പറഞ്ഞോ? പറയാന്ന് പറയുന്നല്ലാതെ നിന്റെ മനസ്സിരിപ്പ് എന്താന്ന് എനിക്ക് ഗണിച്ചെടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്റെ ചോദ്യത്തിനൊരു തീരുമാനമാവാതെ ഇവിടെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോവില്ല. പോന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക്. പിന്നെ നിന്റെ ലൈഫിൽ അപ്പോ എന്ന് പറയുന്ന ഒരാളുണ്ടെന്നുള്ള കാര്യം നീ അങ്ങ് മറന്നേക്കും. ഷടാ, നീ ഇങ്ങനെ കൗണ്ട് ഡൗൺ ഒക്കെ പ്രഖ്യാപിച്ചാ ഞാൻ ചുറ്റി പോവുള്ളൂ. അപ്പോ ശരി, നിനക്ക് ഒരു മറുപടിയല്ലേ വേണ്ടത്? ഞാൻ തരാപ്പോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ നിമിഷം വരെയുള്ള സമയം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്തെല്ലാം ചെയ്തു? നീ തന്നെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്ക്. എത്രയോ കാലങ്ങൾക്ക് ശേഷം നമ്മള് പഴയ അപ്പവും മാളും ആയില്ലേ? എനിക്കറിയാമായിരുന്ന പഴയ അപ്പവും മാളും ഇങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഇടയിൽ ബയോളജിക്കലി ചില വ്യത്യാസങ്ങളുണ്ട്. അല്ലാതെ ഡിഫറൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ഞാൻ മാരീഡായ ഒരാളാ, നീ ഇപ്പോഴും സിംഗിൾ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാള്. ഇതൊക്കെ മാറ്റി നിർത്തിയ നമ്മള് പഴയ അപ്പവും മാളും തന്നെ ആയിരുന്നെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ അപ്പോ? എന്താ? പുറമേ നീ എന്നോട് ദേഷ്യം കാണിച്ചെങ്കിലും മനസ്സുകൊണ്ട് ഇത്രയും സമയം നീ എൻജോയ് ചെയ്തില്ലേ? ഇപ്പോഴും എന്നോട് പിണങ്ങി നിൽക്കുമ്പോഴും ഈ നിമിഷം പോലും നീ മനസ്സുകൊണ്ട് ആസ്വദിക്കായിരുന്നില്ലേ? നീ വെറുതെ കാടും പടലും തല്ലുവാണോ? ഇതൊന്നും അല്ല ഞാൻ ചോദിച്ച ചോദ്യം. അപ്പോ അതിലേക്ക് തന്നെയാ ഞാൻ വരുന്നത്. ശരിയാ, ഡേസി ആന്റിയുടെയും എന്റെ വീട്ടുകാരുടെയും മുൻപിൽ വെച്ച് എന്റെ ഫ്യൂച്ചർ ഇനി തീരുമാനിക്കുന്നത് അപ്പു ആണെന്നാ ഞാൻ പറഞ്ഞത്. അത് അവരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാ. സോറി, എനിക്ക് മനസ്സിലായില്ല. ഫ്യൂച്ചർ തീരുമാനിക്കുന്ന ഞാനാണെന്ന് പറയുമ്പോ അത് ഏത് ആസ്പെക്റ്റിലാണ് നീ ഉദ്ദേശിച്ചത്? അപ്പവും മാളും പഴയ കൂട്ടുകാരാവുന്നു. പഴയ കളിക്കൂട്ടുകാരെന്നത് ഞാൻ കോഴ്സിലിടുക കേട്ടോ. ബയോളജിക്കലി നീ ഇപ്പൊ ഒരു പുരുഷനാ, ഞാനൊരു സ്ത്രീ. പക്ഷെ നമ്മുടെ സൗഹൃദത്തിൽ അങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുക്കാത്തിടത്തോളം കാലം ഞാൻ നീയും പഴയ അപ്പവും മാളും തന്നെയാ. ജെൻഡറിന്റെ പ്രശ്നം മാറ്റി നിർത്തിയ നമുക്കിടയിൽ അതൊരു പ്രശ്നമാകുന്നില്ല. ഉണ്ടോ അപ്പോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി ഒരു കുടുംബജീവിതം എന്നെ കൊണ്ട് പറ്റും തോന്നില്ല. അപ്പൂന്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ നീയും അതിന് വില്ലിങ് അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ പറഞ്ഞത്, പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നോ അതേ സ്വാതന്ത്ര്യം നമുക്ക് തിരിച്ചു കിട്ടും. നിന്റെ ആഗ്രഹം പോലെ നമുക്ക് നമ്മുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാം. ഫ്രീ ടൈമില് ഇതുപോലെ എവിടെയെങ്കിലും കറങ്ങി നടന്ന് ജോളിയാവാം. വൈകിട്ട് നമ്മുടെ കൂടുകളിലേക്ക് തിരിച്ചു പറക്കാം. വീണ്ടും നമ്മുടെ തിരക്കുകളിൽ മുഴുകാം. നമ്മുടെ അച്ഛനമ്മമാർക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാം. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? നീ പറഞ്ഞൊക്കെ നടക്കണമെങ്കിലേ നമ്മുടെ കൂടുകളുടെ പേര് ഉട്ടോപ്യ എന്ന് വല്ലതും ആയിരിക്കണം. ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം. അങ്ങനെ ഇത് നടക്കാത്ത സ്വപ്നമൊന്നും അല്ല. അപ്പൊ നോയിക്കോ, ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷെ അതിന് നീ കൂടി മനസ്സ് വെക്കണം. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? ഇനിയൊരു ഫാമിലി ലൈഫിനെ കുറിച്ച് നീ ചിന്തിക്കുന്നേ ഇല്ലെന്നാണോ? അബ്സല്യൂട്ട്ലി മടുത്തു. അപ്പോ എന്താ പറയാ,
അതൊന്നും എന്നെപ്പോലെ ഒരാൾക്ക് പറ്റിയതല്ല, അതെനിക്ക് ബോധ്യായി. അപ്പോ ജോബിനുമായുള്ള ഡിവോഴ്സ് നീ സീരിയസ് ആയി തന്നെ പ്രൊസീഡ് ചെയ്യാല്ലേ? എന്താ അത് ചോദിച്ചപ്പോ മാത്രം നീ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന? ഞാൻ ഉരുണ്ട് കളിക്കുന്നൊന്നല്ല. സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അഡ്വക്കേറ്റിനെ കണ്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്? നിനക്കത് തമാശയായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ ഞാൻ അക്കാര്യത്തിൽ സീരിയസാ. അപ്പൊ നിക്ക്, എവിടെ നീ ദേഷ്യപ്പെട്ട് പോകുന്നേ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ പറയുന്നൊക്കെ ഇതുവരെ ഞാൻ കേട്ടല്ലോ, പക്ഷെ എനിക്ക് അതിലൊന്നും സ്വീകാര്യമായി തോന്നിയില്ല. ഇനിയും നീ പറയുന്നത് കേട്ടോണ്ട് നിന്നാ എനിക്കെന്റെ ടെമ്പർ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ തമ്മിൽ പിരിയുന്നതേ അത്ര നല്ല രീതിയിലാവില്ല. അത് ഒഴിവാക്കാനാ ഞാനായിട്ടങ്ങ് പോകുന്നത്. ഓക്കെ, സമ്മതിച്ചു. ഇനി ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ നീ എന്നോട് പിണങ്ങി പോരുത്. മാളു, ഐ എം വെരി സീരിയസ്. ഞാൻ ചോദിച്ചതിന് ഉത്തരം തരാന്ന് പറഞ്ഞ് നീ എന്നെ ഈ ദിവസം മുഴുവനും പറ്റിച്ചു. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞോ? നീ ചോദിച്ചതിന് ഞാൻ കുറച്ചു മുമ്പ് ആൻസർ തന്നല്ലോ. ഐ എം സീരിയസ് അപ്പു. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ അങ്ങനെ ഡിസൈൻ ചെയ്താൽ പോരെടാ. പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോവാന്നേ. സോറി, എനിക്കതിൽ തീരെ താല്പര്യമില്ല. നിനക്കതിൽ താല്പര്യമൊക്കെ ഉണ്ട്. ഇല്ലെന്ന് പറയുന്നത് ആരെയോ പേടിച്ചിട്ടാ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. തിരുത്താൻ ഞാനില്ല. എങ്കിൽ നിനക്കിഷ്ടമുള്ള കാര്യം ഞാൻ പറയട്ടെ. നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിന്നാലോ? മാറി നിൽക്കോ? എങ്ങോട്ട്? അത് നിന്റെ ചോയ്സിന് ഞാൻ വരുന്നു. പണ്ട് കോളേജിൽ നമ്മൾ പ്ലാൻ ചെയ്തൊരു ഒളിച്ചോട്ടല്ലേ പാളിപ്പോയത്? നമുക്കതൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ? മനസ്സിലായില്ല. കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഇവിടുന്ന് മുങ്ങുന്നു, ഞാൻ നീ മാത്രം. എന്നിട്ട് 4 ദിവസം എവിടെയെങ്കിലും പോയി അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരുന്നു. എന്തു പറയുന്നു? നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി മാളു. പക്ഷെ ഈ ചൂണ്ടയിൽ കൊളുത്താൻ അപ്പോ അത്ര മണ്ടനല്ല. ഞാൻ പോന്നു. അപ്പൊ പോവല്ലേ? നീ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവല്ലേ? ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഞാൻ എന്താ അത്രയ്ക്ക് വിഡ്ഢിയാണെന്നാണോ നീ വിചാരിച്ചത്? വിട അപ്പു, എന്റെ കയ്യിൽ നിന്ന് വിടാനാ പറഞ്ഞേ. വിടാൻ. മാളു, ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് ഈ നിമിഷം ഇവിടെ പോണം. പോവല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. എന്താ രണ്ടുപേരുടെ വഴി കിടന്നിട്ട് കസവിച്ച? ഏയ് ഒന്നുമില്ല. ഇതെല്ലാം കൊണ്ട് വല്ല ഓട്ടോ ടാക്സി പിടിക്കാന്ന് പറഞ്ഞപ്പോ അപ്പൊ വേണ്ടെന്ന് പറയായിരുന്നു വെച്ചാ. അതിനാണോ വഴി കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നേ? രണ്ടാളും വാ, വന്ന് വണ്ടി കയറ്. വാപ്പു, വന്ന് കയറാനല്ലേ പറഞ്ഞേ? മാളു, നീ അകത്ത് തന്നെ ഇരിക്കെ. ഞാൻ VP ഒന്ന് കണ്ടിട്ട് വരാം. അപ്പുവാ. ആ, മുരളിയോ? ഇതെവിടുന്ന് അപ്പുനെ കിട്ടിയത്? മാളെവിടെ? മാളു വണ്ടിയിലിരിപ്പുണ്ട്. ഞാനൊന്ന് സിറ്റിയിലേക്ക് ഇറങ്ങിയതാ. അപ്പോൾ ഈസ്റ്റ് ഫോർട്ടിൻ്റെ അടുത്ത് വെച്ച് രണ്ടുപേരും കൈയോടെ കിട്ടി. എന്നാ പിന്നെ വീട്ടിലാക്കിയിട്ട് പോകാമല്ലോ എന്ന് കരുതി. ആ, പർച്ചേസൊക്കെ കാര്യമായിട്ട് കഴിഞ്ഞ മട്ടുണ്ടല്ലോ. ആ, രണ്ടുപേരുടെ തകർത്തങ്ങ് പർച്ചേസ് ചെയ്തു. താനെന്താ ഇവരെ തിരക്കി പോയിരുന്നോ? ആ, പോയിരുന്നു. PP പറയുന്നത് പോലെ എനിക്കതത്ര നിസ്സാരമായിട്ടൊന്നും കാണാൻ കഴിയില്ലല്ലോ. ചെന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. എന്താടോ തനിക്ക് എന്ത് ബോധ്യപ്പെട്ടെന്നാ? തായിരിക്ക്. ഏയ് വേണ്ട VP, ഐ എം വെരി സീരിയസ്. ഞാൻ സംശയിച്ചതുപോലെയാ കാര്യങ്ങളുടെ പോക്ക്. എന്നുവെച്ചാ എന്താ കാര്യം തെളിച്ചു പറ മുരളി. ഞാൻ ചെല്ലുമ്പോ രണ്ടുപേരും പർച്ചേസൊക്കെ കഴിഞ്ഞും എങ്ങോട്ടും സ്ഥലം വിടാനുള്ള പരിപാടിയായിരുന്നു. അതിന്റെ പേര് അപ്പുവും ആളും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കണ്ട ഞാൻ ചെല്ലുന്നത്. മുരളി, താൻ എന്തൊക്കെയായി പറയുന്നത്? എന്തേ, VPക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? എങ്കിൽ വിശ്വസിക്കണ്ട. പക്ഷെ എനിക്കിതൊന്നും അത്ര സില്ലിയായിട്ട് എടുക്കാൻ പറ്റില്ല. മുരളി, എന്താടോ ഇതൊക്കെ? അപ്പു പറഞ്ഞതൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അതൊക്കെ നല്ലതുപോലെ ഓർമ്മയുള്ളതുകൊണ്ടാ രണ്ടുപേരും കൈയോടെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്.
നോക്കൂ വിപി, എന്റെ മോളുടെ പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ സോൾവ് ചെയ്യാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ദയവ് ചെയ്ത് അപ്പുവിനോട് ഇനി സഹായിച്ച് ഉപദ്രവിക്കരുതെന്ന് പറയണം. ഇനി അതിന്റെ പേര് കൂട്ടുകൂടാൻ അപ്പുവിനെ അങ്ങോട്ട് അയക്കരുത്, പ്ലീസ്. എനിക്കിങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കാൻ വയ്യാത്തതുകൊണ്ടാ വിപി. പ്ലീസ് പറയുന്നതൊന്ന് മനസ്സിലാക്ക. പറയുന്നത് ഒരല്പം ക്രൂരതയാണെന്ന് എനിക്കറിയാം, എങ്കിലും ഇനി എനിക്ക് വയ്യ വിപി. അപ്പുവിനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്ക. മാളൂനേരെ ഞാൻ നോക്കിക്കൊള്ളാം. ആ മാളുവോ, നീ എന്താ കാറിനുള്ളിൽ തന്നെ ഇരുന്നത്? രണ്ടുപേരോട് ഷോപ്പിംഗ് കഴിഞ്ഞ് എപ്പോ എത്തി? ഇപ്പൊ എത്തിയതുള്ളൂ ആന്റി. അച്ഛൻ വി പി അങ്കിളോട്ട് സംസാരിക്ക. എന്താ മാളു, നീ ആകെ വല്ലാതിരിക്കുന്നു. ഒന്നല്ല ആന്റി. രണ്ടുപേരുടെ വെയിലത്ത് കറങ്ങി നടന്ന് ആകെ വാടി തളർന്നു. വാ, ഞാൻ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി തരാം. വേണ്ട ആന്റി. വാ. ആ, ഗീത എത്തിയോ? ഞാൻ രണ്ടുപേരെ സിറ്റി വെച്ച് കണ്ടു. എന്നാ പിന്നെ കൈയോടെ വീട്ടിലെത്തിച്ചേക്കാന്ന് കരുതി. അതെന്തായാലും നന്നായി. ദേ, ഇവളാകെ വാടി തളർന്നിരിക്കുന്ന കണ്ടില്ലേ? ഞാൻ നിങ്ങക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട, ഇപ്പോ അതിനൊന്നും ഉള്ളൊരു മൂഡിലല്ല ഞാൻ. എന്താ മുരളി? കാര്യങ്ങളൊക്കെ ഞാൻ ബിപിയോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗീതയും കൂടി അപ്പുവിനെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. വരട്ടെ, നടക്ക്. എന്താ വി പി, എന്താ സംഭവിച്ചത്? മുരളി എന്താ വി പിയോട് പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. അയാൾക്ക് അനാവശ്യമായ എന്തൊക്കെ സംശയങ്ങളുണ്ട്. സംശയങ്ങളോ? എന്താ അത്? ഒന്നുമില്ലടോ, താനിപ്പോ വന്നാലേ ഉള്ളൂ. ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. കാര്യം എന്താന്ന് പറഞ്ഞിട്ട് പോ. ഒന്നുമില്ലെന്നേ, അതൊക്കെ പിന്നെ പറയാം. താൻ ആദ്യം ഫ്രഷ് ആവും. നീ ഇതെവിടെയായിരുന്നു മാളു ഇത്ര നേരം? ഇവിടെ എവിടുന്ന് കിട്ടി മുരളിയേട്ടനാ? ഞാൻ ടൗണിൽ വെച്ച് ഇവരെ കണ്ടു. പിന്നെ രണ്ടുപേരെയും കൂട്ടി ഇങ്ങ് പോന്നു. എന്നിട്ട് അപ്പോ ഇവിടെ? അപ്പുവിനെ വീട്ടിലാക്കിയിട്ടാ പോന്നെ. ഇതെന്താ കയ്യിൽ ഇതൊക്കെ? ഇത് ഞങ്ങളെന്നാ ഷോപ്പിങ്ങിന് കയറിയതാ. എന്താ വിശേഷിച്ചൊരു ഷോപ്പിംഗ്? ഒന്നുമില്ല, ചുമ്മാ കയറിയതാ. എന്നിട്ട് ഇത്രയും നേരം നിങ്ങൾ ഷോപ്പിങ്ങിലായിരുന്നോ? അല്ലെന്നേ, ഞങ്ങള് രാവിലെ മുതല് ടൗണിലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കായിരുന്നു. കുറച്ചു ദിവസമായില്ലേ ഞങ്ങൾ ഒരുമിച്ചൊന്ന് പുറത്തൊക്കെ പോയിട്ട്. അതുകൊണ്ട് ആ കേട് ഇന്നങ്ങ് തീർത്തേക്കാന്ന് കരുതി. അതിനിടയില് ആർക്കിടെക്ട് മുരളി വന്ന് എടങ്കോലിട്ട് ഞങ്ങളെ കയ്യോട് പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നു. പുറത്തു പോയതൊക്കെ മതി. ഇനി പുറത്തേക്ക് വിട്ടാലേ എന്റെ കാശ് കുറെ അങ്ങ് പോകും. ഓ, ഇങ്ങനെ പിശുക്കരുതെന്ന് ഭർത്താവിനോടൊന്ന് പറയണം മാഡം. എന്താ മുരളിയേട്ടാ, എന്താ ഉണ്ടായേ? ഏയ്, അവള് പറഞ്ഞതുപോലെ രണ്ടുപേരും കൂടെ അത്യാവശ്യം ഒന്ന് കറങ്ങാൻ പോയതാ. ഇതുവരെ കാണാഞ്ഞപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. അല്ല, മുരളിയേട്ടൻ എങ്ങനെ ഇവരെ കണ്ടു? സിറ്റിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ വെച്ചാ രണ്ടുപേരും കിട്ടിയത്. മുരളിയേട്ടൻ എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. താൻ പോയൊരു കോഫി എടുക്ക, വല്ലാത്തൊരു തലവേദന.